നമുക്ക് റൈസിനോടും ചായയോടും ഒക്കെ അലർജി ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമുക്ക് എന്തിനോടാണ് അലർജി എന്നുള്ളത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. നമുക്ക് മെയിൻലി 2 തരത്തിലുള്ള അലർജി ടെസ്റ്റുകളാണുള്ളത്. ഒന്ന് സ്കിൻ പ്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്, ഒന്ന് പാച്ച് ടെസ്റ്റ് എന്ന് പറയുന്നത്. സ്കിൻ പ്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അലർജി ഉണ്ടാവാൻ സാധ്യതയുള്ള സാധനങ്ങൾ തുള്ളിമരുന്നായിട്ട് നമ്മളെ കൈത്തണ്ടയിലോ ബാക്കിലോ നമ്മൾ ഒറ്റിച്ച് അത് കൂടെ ചെറുതായിട്ട് പ്രിക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു 20 മിനിറ്റിനുള്ളിൽ നമുക്ക് അതിന്റെ റെസ്പോൺസ് അറിയാൻ പറ്റും. ഇത് നമ്മൾ തുമ്മല്, കണ്ണ് ചൊറിച്ചല്, ചുമ, ശ്വാസം മുട്ടല്, സ്കിൻ അലർജി, ഫുഡ് അലർജി ഒക്കെ ഉള്ള ആളുകൾക്ക് ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവർക്ക് അലർജി എന്നുള്ളത് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി പാച്ച് ടെസ്റ്റ് എന്ന് പറയുന്നത് കുറച്ചൊരു ഡിലേഡ് ആയിട്ടുള്ള അലർജിക് റിയാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റ് ആണ്. ഇതിന്റെ റിസൾട്ട് നമുക്കൊരു 48 hours to 72 hours നമുക്ക് കിട്ടുക. ഇത് കൂടുതലായിട്ട് നമുക്ക് എന്തെങ്കിലും കെമിക്കൽസിനോടുള്ള അലർജി, എന്താണ് അലർജി ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുമ്പോഴുള്ള ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് എന്താണ് അലർജി എന്ന് കണ്ടുപിടിച്ചാൽ തന്നെ അത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിംറ്റംസ് ഒരുപാട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമ്മ്യൂണോതെറാപ്പി എന്നൊക്കെ പറയുന്ന അലർജിക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന സ്കിൻ പ്രിക് ടെസ്റ്റിന്റെ ഒക്കെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ്.